ശ്രീ പി കെ ഗോപൻ, ഇവിടെ ഇതൊക്കെ ആയിക്കോട്ടെ, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തോട്ടെ. ഇനി വേണ്ട അടൂർ പ്രകാശിന്റെ സാമ്പത്തിക ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു ഏതെങ്കിലും ചിത്രത്തിന്റെ പേരിൽ ഒരു MPയെ UDF കൺവീനറെ ഈ പറഞ്ഞ SIT ചോദ്യം ചെയ്യാൻ വിളിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടാവാം, എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ. പക്ഷേ അപ്പോഴും ഈ കേരളം നാണിച്ചുപോയ ക്ഷേത്രക്കുളം നടന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. വീണ്ടും അതിനുള്ള നീക്കമുണ്ടായത് പ്രശാന്തിന്റെ ബോർഡിന്റെ പോറ്റി പരവതാനി വിരിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. അകത്ത് കിടക്കുന്ന നിങ്ങളുടെ ശക്തരായ നേതാവ് ജില്ലാ കമ്മിറ്റി അംഗമാണ്, പാർട്ടി നേതാവ് വാസുവാണ്. ചോദ്യം ചെയ്ത് ഇറങ്ങിപ്പോയ അടൂർ പ്രകാശിനെതിരെയും സോണിയാഗാന്ധിയും ചൂണ്ടിക്കാട്ടി കാതലായ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാണോ ഇപ്പോഴും ശ്രീ പി കെ ഗോപൻ? ശ്രീ ഹാഷ്മി, ഇതിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ശബരിമല കൊള്ളയെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് രാഷ്ട്രീയമായി മാറ്റിയല്ലോ. അത് രാഷ്ട്രീയമായി മാറ്റാൻ നല്ല പരിശ്രമം നടത്തിയ ഒരു പാർട്ടി മുന്നണിയാണല്ലോ UDF. അപ്പോൾ അവർ കേരള ജനതയുടെ മുമ്പിൽ പ്രസ്താവിക്കാൻ പരിശ്രമിച്ചതും അവരെ നിരന്തരമായി ഇപ്പം തന്നെ ശ്രീ വസന്തിൻ്റെ ചർച്ചയിലുമൊക്കെ നിങ്ങളത് കേട്ടല്ലോ, ഉയർത്തിയ ഒരു പ്രശ്നം ഈ ശബരിമലയെ പോലുള്ള ഒരു പരിപാവനമായ ആരാധനാലയം കൊള്ളയടിക്കാൻ മുന്നിൽ നിന്ന കൊള്ളയടിച്ച് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് എല്ലാവർക്കും വ്യക്തമാണല്ലോ. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരൊക്കെ സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികൾ അറസ്റ്റിലായി കിടപ്പുണ്ട്, പലരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് വേണ്ടത്ര തെളിവുകളോടി നമുക്ക് പുറത്തു വരേണ്ടത്. പക്ഷേ ഈ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതാര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നത്തേതോടുകൂടി കുറച്ചുകൂടി വ്യക്തമായി. അതിൽ ഉരുണ്ടിട്ട് കാര്യമുണ്ടോ? പോറ്റിയെ കയറ്റിയത് ആര് എന്ന് ചോദിച്ചാൽ പോറ്റിയെ കയറ്റിയത് ഞങ്ങളാണെന്ന് സത്യസന്ധമായി കേരളത്തിലെ ജനങ്ങളോട് പറയാൻ കോൺഗ്രസ്സിന് കിട്ടിയ ഒരു അവസരം അവർ ഉപയോഗിക്കണം. അത് 2004 മുതൽ തുടങ്ങി. ഇപ്പോൾ അവസാനം നിത്യസന്ദർശകൻ, അദ്ദേഹത്തിൻ്റെ അയൽക്കാരൻ്റെ വെളിപ്പെടുത്തൽ എന്താ? കടകംപള്ളി 2 തവണ ചെന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അടൂർ പ്രകാശിനെ കുറിച്ച് പറഞ്ഞത് നിത്യസന്ദർശകൻ പോറ്റിയുടെ വീട്ടിൽ. അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങിൽ പോലും നിത്യസന്ദർശകൻ. അവസാനം അതെല്ലാം ക്ലീൻ ചെയ്ത് അവിടുന്ന് ആളുകളെ പിരിച്ചുവിട്ടതിന് ശേഷം മാത്രം പുറത്തു പോകുന്ന ആൾ അടൂർ പ്രകാശ്. അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനത്തെക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അത് ഈന്തപ്പഴമാണെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിന് ഈന്തപ്പഴം വാങ്ങിച്ചു കൊടുക്കുന്നു. ഇപ്പോഴും ഉത്തരം തരാത്തൊരു ചോദ്യം ഞങ്ങൾ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്ത് ചെല്ലാനുള്ള പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തതാരും, അവർക്ക് കൊടുത്ത സമ്മാന പൊതിയിൽ എന്തായിരുന്നു? ഇതിനൊരു ഉത്തരവും തന്നിട്ടില്ല. കെട്ടിയത് ബ്രേസ്ലെറ്റാണോ, ചരടാണോ, ജപിച്ച് കെട്ടിയതാണോ, വേറെന്തെങ്കിലും ആണോ? ഉത്തരം തരുന്നില്ല. അവർക്ക് അവിടെ സന്ദർശക രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. ആ രജിസ്റ്റർ പ്രകാരം ഇത് വെളിപ്പെടാവുന്ന കാര്യമുള്ളൂ. നാളെ പോലും പരിശോധിച്ച് എന്നാണ് വന്നതെന്നും ആര് വഴിയാണ് പെർമിഷൻ കിട്ടിയെന്നും പറയാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം സോണിയാഗാന്ധിയെ ഇരുട്ടിൽ നിർത്താതെ ഈ സത്യസന്ധമായിട്ട് ഈ കാര്യം പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പത്രക്കാരോട് പറയുന്നില്ലെന്നുള്ളതാണ്. ആ സന്ദർഭം വിശദീകരിക്കാതെ പോകാൻ പറ്റത്തില്ല. പത്രക്കാരെ ക്ഷണിക്കാത്ത ഒരു LDFന്റെ മീറ്റിംഗ് പരസ്യമായിട്ട് ഒന്നും പറയാനില്ല. ഓർമ്മക്കുറവുകൊണ്ട് പറയുന്നതാണ്. LDF മീറ്റിംഗ് അല്ല. ആ മീറ്റിംഗ് എന്താണ് ഞാൻ പറയട്ടെ. അതായത് കണ്ണൂരിലെ ഈ കൊലക്കത്തി രാഷ്ട്രീയം വേണ്ടെന്ന് വെക്കാൻ CPM-ഉം RSS തമ്മിൽ ചേർന്നിരിക്കാൻ തീരുമാനിച്ചു. അന്ന് കോടിയേരി പറഞ്ഞതാണ്, മാധ്യമങ്ങളെ അറിയിച്ച് മാധ്യമങ്ങൾ അങ്ങോട്ട് പോയതാണ്. ഒരുമിച്ചിരിക്കൽ പിണറായി വിജയൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരുമിച്ച് പുറത്തു വന്ന പിണറായി വിജയൻ ഇഷ്ടമല്ല, അതുകൊണ്ട് കടക്ക് പുറത്ത് പറഞ്ഞു. LDF മീറ്റിംഗ് ഒന്നും ചുമ്മാ പറയല്ലേ? അല്ല ശ്രീ ഹാഷ്മി, നിങ്ങളിപ്പോൾ LDFന്റെ മീറ്റിംഗ് അല്ല വേറൊരു മീറ്റിംഗ് ആണെന്ന് പറയുന്നു. ഞാൻ ആ മീറ്റിംഗിന്റെ കാര്യത്തിൽ തൽക്കാലം അത് ചരിത്രപരമായ ഒരു മീറ്റിംഗ് ആണ്. അതായത് ശ്രീ M-ന്റെ മധ്യസ്ഥതയിൽ RSS CPM സംഘർഷം ഒഴിവാക്കാൻ, കണ്ണൂരിലെ കൊലക്കത്തി രാഷ്ട്രീയം ഒഴിവാക്കാൻ നേതൃത്വം ഇരുന്ന ചർച്ചയാണ്. ആ നേതൃത്വ ചർച്ചയുടെ ഭാഗമായി അവിടെ കണ്ണൂരിൽ കൊലക്കത്തി രാഷ്ട്രീയം ഒഴിവായി. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് അത്. LDF പറഞ്ഞ് ഒഴിവാകല്ലേ? നമ്മുടെ ഈ ചർച്ചയിൽ അത് വേണ്ട. അങ്ങനെയാണ് ഞാൻ ചർച്ച തുടരുന്നത്. ഇല്ല, അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ ഞാൻ ഇടപെടുന്നു. ഇനിയാലും ഇടപെടത്തില്ല. അദ്ദേഹം ഇപ്പം എനിക്കെതിരെ വേളം ഉണ്ടാക്കിയാലും അദ്ദേഹത്തിൻ്റെ ചർച്ച ഞാൻ ഇടപെടത്തില്ല. അത് പോട്ടെ, ഞാൻ അങ്ങനെ വഴക്കുണ്ടാക്കാനല്ല വന്നേ. ഞാൻ പറഞ്ഞത് അതിൻ്റെ കോണ്ടക്സ്റ്റ് എന്ത് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അവിടെ പത്രക്കാർക്ക് പ്രവേശനമില്ല ഇല്ലാത്ത മീറ്റിംഗ് ആണെന്ന് അങ്ങ് ആദ്യം അറിയണം. അങ്ങനെ ഒരു യോഗത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാൻ പറഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി എന്ത് പത്രക്കാർക്ക് എന്ത് പ്രവേശന മീറ്റിംഗ് ആണ്? എന്ത് രഹസ്യ മീറ്റിംഗ് ആണത്?
പത്രക്കാർക്ക് മീഡിയാസിന് പ്രവേശനമില്ലാത്ത ഒരു യോഗത്തിൽ സാറേ എന്താണ് രഹസ്യയോഗം? ചെന്നാൽ അത് അവർ ഒഴിഞ്ഞു പാർട്ടിയുടെ നിൽക്കാൻ യോഗമല്ല. പറയുക എന്നുള്ളത് നാളെ അതൊരു പറയും. പൊതുസ്ഥലത്ത് നടക്കുന്ന അല്ല, ഒരു അത് പൊതു തന്നെ. ഹോട്ടലിൽ നടക്കുന്ന അതെ, കേരളത്തിന്റെ എന്ത് മുഖ്യമന്ത്രി യോഗം പങ്കെടുക്കുന്ന ആയിക്കോട്ടെ. ഒരു മീറ്റിംഗിൽ എന്താ രഹസ്യാത്മക? എന്നാ പിന്നെ അതിന്റെ ചർച്ച നടത്താം നമുക്ക്. താങ്കൾ അത് അതിന്റെ എടുത്തിട്ട്. ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക കാശ്മീർ. താങ്കൾ അത് എടുത്തിട്ടെ. കാശ്മീർ അതിന്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. താങ്കൾ അല്ല, അത് അതിന്റെ എടുത്തിട്ടെ. ചർച്ച നടത്തി മാധ്യമങ്ങളെ വിളിച്ചിട്ട് ആരാ പറയുന്നത്? അന്ന് മാധ്യമങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയതാന്നേ. അത് തന്നെ ഞാൻ എടുത്തിട്ട് എന്നിട്ടാ കടക്ക് പുറത്തു എന്തുകൊണ്ടാ? എന്താ കാരണം? RSSഉം CPM നേതൃത്വം ഒരുമിച്ചിരിക്കുന്നത് കാണുന്ന പിണറായിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. താങ്കൾ എടുത്തിട്ടാണ്. കാശ്മീർ ചുമ്മാതെ മണ്ടത്തരം വിളിച്ചു. അല്ലല്ല, ഞാൻ ആധികാരിയെ പറയാം. ഏത് നേതാവായിട്ട് ചർച്ച ചെയ്തേ? അന്ന മീറ്റിംഗ് എന്തായിരുന്നു? ആധികാരികതയായിട്ട് പറയണ്ട. ഏത് നേതാവായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾ പറ. RSSന്റെ അന്ന മീറ്റിംഗ് ഏത് നേതാവായിട്ട് ചർച്ച ചെയ്തേ? സാറേ അന്ന മീറ്റിംഗ് എന്തായിരുന്നു? ഏത് നേതാവിന്റെ പേര് നിങ്ങൾ പറ. അല്ല അന്ന മീറ്റിംഗ് എന്തായിരുന്നു? ഞാൻ ചർച്ചയിൽ വെല്ലുവിളിച്ച് എനിക്ക് പരിചയമില്ല. എനിക്ക് ബിജെപിക്കാർ പറഞ്ഞു. RSSന്റെ സംസ്ഥാന തലത്തിലുള്ള എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. RSSന്റെ സംസ്ഥാന തലത്തിലുള്ള എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. അന്നത്തെ പ്രാന്തീയകാര്യ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ കാടടച്ച് പറയാതെ നേതാവിന്റെ പേര് പറഞ്ഞു. അന്ന് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഹരികൃഷ്ണൻ ജി ഉണ്ടായിരുന്നു. പേരുകളാണ് ഞാൻ പറയുന്നത്. ഹരികൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഉണ്ടായിരുന്നു കോഴിക്കോട്, സുദർശൻ ജി നിങ്ങൾ നടത്തിയ വേറെ ചർച്ച. ആ യോഗത്തിൽ ഞാൻ ആ യോഗത്തെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. സംസാരിക്കാൻ വേണ്ടി ഞാൻ ആ യോഗത്തെ സ്വാഗതം ചെയ്ത ആൾ. എന്താ കാര്യം? നേതൃത്വം ഇത് ആലോചിച്ച് കണ്ണൂരിലെ ചോര വീഴ്ച മതിയായി. ഞാൻ സ്വാഗതം ചെയ്യുന്ന മീറ്റിങ്ങിനെ. ആ മീറ്റിങ്ങിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം എന്ന് പറഞ്ഞപ്പോൾ മാത്രമേ പറഞ്ഞുള്ളൂ. വിട്ടേക്കും, നമ്മുടെ വിഷയമല്ല. വിട്ടേക്കും. അങ്ങനെ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഹാഷ്മി, വ്യത്യസ്ത സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷവും തർക്കങ്ങളും പരിഹരിക്കാൻ ഭരണപരമായ ഇടപെടലൊക്കെ ഏത് തലത്തിൽ വേണ്ടതായിട്ടുണ്ട്. അതല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. ഈ കടക്ക് പുറത്ത് എന്ന വാചകം ഒരു നിഷേധാത്മകമായ നിലപാടിൻ്റെ ഭാഗമല്ല. അവർക്ക് സാന്നിധ്യമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറയലാണ് ചെയ്തത്. ഇരിക്കട്ടെ, അതായിക്കോട്ടെ. ഇതാണ് വിഷയം. രണ്ടാമത്തെ കാര്യം, ഇവിടെ BJPയുടെ സുഹൃത്ത് ഇവിടെ പറഞ്ഞപ്പോൾ പിന്നെ ഈ കട്ടത് CPM, വിറ്റത് കോൺഗ്രസ്. ഇനി ഒരാളിൻ്റെ പേര് അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. എന്താ പറയാത്തെ? ഇഡിക്ക് വഴിയറിയാൻ വയ്യാത്ത ഒരാളുണ്ടല്ലോ, തന്ത്രി. എന്താ BJP പറയാത്തെ? തന്ത്രി അറസ്റ്റ് ചെയ്തതിന് ശേഷം തന്ത്രിയുടെ വീട്ടിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാരാ? അപ്പോൾ ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ട് പോകുന്നതല്ല അവരുടെ വിഷയം. അവരുടെ വിഷയം ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. ശബരിമലയിൽ നിന്ന് ആര് വേണമെങ്കിലും കടത്തിക്കൊണ്ട് പോട്ടെ, അത് തന്ത്രിയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. ഇതാണല്ലോ യുക്തി. ഇനി തന്ത്രിയെക്കുറിച്ച് അങ്ങ് ന്യായീകരിക്കാൻ നടത്തിയ ഒരു പരിശ്രമം, ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ കാര്യം അങ്ങ് പറയുന്നത്. ആ ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷൻ ഏജൻ്റായിട്ട് നിന്നുകൊണ്ടാണ് 2017 പ്രയാർ ഗോപാലകൃഷ്ണനുമായിട്ട് ചേർന്ന് മണി കൈമാറ്റം ചെയ്തത്. അതിന്റെ റിപ്പോർട്ട് വരാൻ പോവുക. അത് 2 ദിവസം ഒരു പത്രം, ഒരു ചാനൽ ഒരു ചാനൽ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് 2010 ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹൈക്കോടതി അങ്ങനെ റിപ്പോർട്ട് അയച്ചു തരാം. 2 മണി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എവിടൊക്കെ ഇരിക്കുന്നു പറയുന്നത്. ഇത് ഏതോ അഡ്വക്കേറ്റ് കമ്മീഷണർ പറയില്ലേ, ഇത് കോടതിയിൽ ഹാജരാക്കി കോടതി അംഗീകരിച്ച് കോടതി പ്രശംസിച്ച റിപ്പോർട്ട് കാര്യം പറയുന്നത്. ഞാൻ അയച്ചു എന്താ ചെയ്യുക? ഒരു കാര്യവും പറയാൻ അങ്ങ് സമ്മതിക്കത്തില്ല, പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ഒരുപാട് അയച്ചോ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം പറയട്ടെ. ഹൈക്കോടതിയിൽ ഈ വാഹനത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഹൈക്കോടതിയുടെ ശ്രദ്ധപ്പെടുത്താത്തൊരു കാര്യമുണ്ട്. ഹാഷ്മി മനസ്സിലാക്കിയോ? 2012 ദേവസ്വം ബോർഡ് ഈ വാഹനം പോലുള്ള മൂല്യവസ്തുക്കൾ കൈമാറ്റം ചെയ്തുകൂടാ എന്ന് ക്ലിയർ കട്ടായിട്ട് ഇറക്കിയ ഉത്തരവ് ഹൈക്കോടതിയുടെ ശ്രദ്ധപ്പെടുത്തിയില്ല. അത് ശ്രദ്ധപ്പെടുത്തേണ്ടുന്ന മനോജ് കുറുപ്പ് അത് ചെയ്യാതിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കുറ്റം. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഇവിടെ രാജഗോപാൽ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗാണ്, ഈശ്വര ഭഗവാനെ എൻ്റെ അച്ഛൻ ഒന്നും വരുത്തല്ലേ, എങ്കിലും ആ കാലമാടൻ എനിക്ക് 5 സെൻറ്റ് വസ്തു വന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള SITക്ക് ഉണ്ടായിട്ടുള്ള കുറ്റങ്ങൾ അദ്ദേഹം ആരോപിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാം, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കിങ്ങനൊന്നും പറഞ്ഞുകൂടാ. എൻ്റെ സാറേ, സാറിനേക്കാൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കേരളത്തിൽ എണ്ണം പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശത്തിൽ കൃത്യമായി അന്വേഷണം നടത്തുകയും അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉയർന്ന ആളുകളെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ ഗവൺമെൻറ്റിന് ഒരു കാര്യം ഇതിനകത്തില്ല, ഇത് ഹൈക്കോടതിയുടെ നല്ല ടീം അന്വേഷിക്കുന്നതാണ്ടെന്ന് പറഞ്ഞ് കേരളത്തിലുള്ള ആളുകൾ പ്രശംസിക്കുകയും ചെയ്ത ഈ SITക്കെതിരായിട്ടാണ് അങ്ങ് ഇരുന്നുകൊണ്ട് ഈ കൊച്ചു വർത്താനം പറഞ്ഞ്. എന്തുകൊണ്ടാണ്? തന്ത്രി അറസ്റ്റ് ചെയ്തതുകൊണ്ട്, അതുപോലെ മറ്റു പലരിലേക്ക് ഇത് പോകുന്നതുകൊണ്ട്. അതിൻ്റെ പേരിലുള്ള വിഷമം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം എന്താ? ഞങ്ങൾക്കുള്ള ഒന്നാമത്തെ ആത്മവിശ്വാസം സർക്കാരിന് ഇതിൽ ഇടപെടാൻ പറ്റുന്നില്ല. സർക്കാരിന് ഇടപെടേണ്ട, സർക്കാരിന് ഇതിനെ കല്ലും നെല്ലും തിരിക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് SITയുടെ അന്വേഷണം സ്ട്രെയിറ്റ് ആയിട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനിടയിൽ വെച്ച് 2 പേരെ ഉൾപ്പെടുത്താൻ വന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് മറ്റുള്ളവർ ആക്ഷേപിച്ചു. അതും ഹൈക്കോടതി ഓൺ ചെയ്തു. ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങൾക്ക് അറിയാവുന്നവരെ അന്വേഷിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേസ് ലാഗ് ചെയ്തെന്ന് പറഞ്ഞു. ലാഗ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന ആരാ? സിംഗിൾ ബെഞ്ച്.
ഈ സിംഗിൾ ബെഞ്ചിനുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ? ഫുൾ ബെഞ്ച് അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ച്. ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം നല്ലതുപോലെ ക്ലാരിറ്റി വരുത്തി. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. ആശങ്ക വേണ്ടെന്നൊരു കോടതി പറഞ്ഞാൽ, ആശങ്ക വേണ്ടെന്നൊരു കോടതി പറഞ്ഞാൽ ആ കോടതിയെ നിങ്ങൾ മാനിക്കാത്തത് എന്താ? SIT മാനിക്കാത്തത് എന്താ? ബഹുമാന്യ ഹൈക്കോടതിയെ മാനിക്കാത്തത് എന്താ? ഇപ്പൊ കോടതി വിമർശനം വേണ്ടെന്നോ പോലീസ് ടീമിനെ വിമർശിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഏറ്റവും മികച്ച ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തോന്നിയ പോലെ എഴുതി വെച്ചേക്കാണ് മുഖ്യമന്ത്രിയാന്ന് കഴിഞ്ഞ ദിവസം ബോധ്യപ്പെടുകയും ചെയ്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അദ്ദേഹത്തിന് തോന്നിയത് എഴുതി വെക്കുന്നു എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാ. അപ്പൊ ഹൈക്കോടതി ബഹുമാനിക്കാത്ത ആരാ? വളരെ ശരിയല്ലേ? അല്ല, അപ്പൊ ഹൈക്കോടതി ബഹുമാനിക്കാത്ത ആരാ? അപ്പൊ ഹൈക്കോടതി ബഹുമാനിക്കാത്ത ആരാ? CP ഗോപൻ അല്ല, ഹൈക്കോടതി അതെ സാർ, അതെ. ഈ സിംഗിൾ ബെഞ്ച് ഈ കേസിൽ ശബരിമല കേസിന്റെ റിപ്പോർട്ടുകൾ മുഴുവൻ വരുന്ന എവിടെയാ? ഡിവിഷൻ ബെഞ്ചിൽ. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ ബെഞ്ചിന് ശരിയാന്ന് പറഞ്ഞ് ഈ ബദറുദ്ദീനെ സപ്പോർട്ട് ചെയ്യാൻ എന്താ? ബഹുമാനായ ബദറുദ്ദീൻ സാറിനെ സപ്പോർട്ട് ചെയ്യാൻ എന്താ? ഡിവിഷൻ ബെഞ്ച് പറയുന്നത് ശരിയെന്ന് എഴുതി വെക്കാൻ എന്താ? അല്ല, ബദറുദ്ദീൻ പറഞ്ഞ തെറ്റാന്ന് എഴുതി വെക്കുന്നില്ല. ബദറുദ്ദീൻ പറഞ്ഞ ശരിയാണെന്നും തെറ്റാണെന്ന് എഴുതി വെക്കുന്നില്ല. പോട്ടെ, നമ്മുടെ വിഷയമല്ല. രണ്ട് കാര്യങ്ങളൊന്നും വ്യക്തത വരുത്തിക്കോട്ടെ. രണ്ട് കാര്യം വ്യക്തത വരുത്തിക്കോട്ടെ. താങ്കൾ ഈ പറഞ്ഞ, താങ്കൾ നേരത്തെ പറഞ്ഞ 2 മണിയുടെ കാര്യം, 2 വലിയ മണിയുടെ കാര്യം, അതിൽ നടത്തിയ അറ്റകുറ്റപ്പണി അടക്കം, അറ്റകുറ്റപ്പണി പൂർത്തിയായ ശേഷം മണി എവിടെയൊക്കെ ഇരിക്കുന്നു എന്ന അടക്കമുള്ള റിപ്പോർട്ട് നമ്മുടെ പൊതുസമക്ഷമുണ്ട്. വാജുവാഹനത്തിന്റെ കാര്യത്തിൽ, ഈ പറഞ്ഞ കൊടിമരത്തിന്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടായെന്ന്, ഇപ്പൊ കൊടിമരത്തിന്റെ കാര്യം കുറച്ചുകൂടി എവിഡന്റാണ്. അതിന്റെ ആലോചനായോഗം മുതൽ ഏറ്റവും ഒടുവിൽ മണലിൽ വീണ സ്വർണം തരിയെടുത്തുകൊണ്ട് അരിച്ചു പറക്കി അത് മഹസൽ രേഖപ്പെടുത്തി ബാക്കി 13 ലക്ഷം രൂപ മാറ്റിവെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ 5 പൈസ അതിന് കൂലി വാങ്ങിച്ചില്ല. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അതെന്റെ അയ്യപ്പനുള്ള സമർപ്പണം എന്ന് അദ്ദേഹം പറഞ്ഞേ. അതൊക്കെ വ്യക്തമാണ്. അതിനൊന്നും യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കിയാലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.